ഹലോ ഫ്രണ്ട്സ്, ഐ എം സ്വപ്ന രമേശ്. സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ നമ്മൾ ദോശ ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഈ ദോശയ്ക്കുള്ള മാവ് അരച്ചും കഴിഞ്ഞിട്ട് നമ്മൾ അത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ മാവ് ഇങ്ങനെ പതഞ്ഞു പൊന്തി പോലെ ഇരുന്നോളും. അപ്പോൾ ദോശയും ഇഡ്ഡലിയും ഒക്കെ ഉണ്ടാക്കാനായിട്ട് ആ മാവ് കൊണ്ട് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വെക്കാത്തവരുണ്ടെങ്കിൽ അങ്ങനെ വെച്ച് നോക്കിക്കോളൂ. ഇല്ലെങ്കിൽ ദോശമാവ് ആട്ടി കഴിഞ്ഞിട്ട് നമുക്കത് നേരെ ഫ്രിഡ്ജിൽ വെച്ച് അടച്ചു വെച്ചാലും അതും അടിപൊളിയായിട്ട് തന്നെ വരും കേട്ടോ. അപ്പോൾ രണ്ട് രീതിക്ക് നമുക്ക് ദോശമാവ് സൂക്ഷിക്കാം. പിന്നെ ഉണ്ടല്ലോ, ചിഞ്ചുവിന് ഭയങ്കര ഇഷ്ടമുണ്ട്. ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ജീവനാണ് ഈ സോയാ ചങ്ക്സ് കേട്ടോ. അപ്പോൾ അത് ഒന്ന് കുതിർത്ത് ഇങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി അതൊക്കെ ഒന്ന് ചൂടാറിയൊക്കെ ഇരിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങോട്ട് കഴിക്കാം കേട്ടോ. അപ്പം ഞാൻ കുളി കഴിഞ്ഞ് വന്നിട്ടുണ്ട്. രമേശ് ചേട്ടൻ ഇതാ കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും ഞാൻ 2 പ്ലേറ്റിലൊക്കെ ആയിട്ട് ദോശയും അതുപോലെ ചട്നിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം നമ്മുടെ കോഴിമക്കളുടെ അടുത്തും ചെടികളുടെ അടുത്തൊക്കെ ഒന്ന് നടക്കും. അതിന് ശേഷം വീണ്ടും നമ്മളിതാ കറി വയ്ക്കാനായിട്ട് പോവാണ് കേട്ടോ. ഇഞ്ചി, പച്ചമുളക്, സവാളയൊക്കെ വഴറ്റിയും കഴിഞ്ഞിട്ട് പൊടികളൊക്കെ ചേർത്ത് പിന്നെ നമ്മൾ കുക്കറിൽ വേവിച്ചതായിരുന്നു കേട്ടോ. അത് അതിലേക്ക് ഒഴിച്ചും കഴിഞ്ഞിട്ടാണ് നമ്മൾ സോയ കറിയൊക്കെ വെച്ചത് കേട്ടോ. പിന്നെ പാവയ്ക്ക തോരനും പപ്പടമൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു കേട്ടോ. മൗഗ്ലിക്കുട്ടൻ്റെ ഓപ്പോസിറ്റ് പറമ്പിൽ കൂടെ നടക്കുന്നതാണ് കാണുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ഉണ്ടല്ലോ, നമ്മുടെ വീട് നല്ല ക്ലീൻ ആയിട്ടൊക്കെ ഇരിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുണ്ടല്ലോ ആ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം ഉണ്ടല്ലോ, ഫ്രണ്ട് ഭാഗം നമ്മൾ നല്ല വൃത്തിയായിട്ടും വെടിപ്പായിട്ടും കൊണ്ട് നടക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ പെയിൻ്റ് അടിച്ചിട്ടില്ല. ബാക്കി എല്ലാ ഭാഗത്തും നമ്മൾ ഉള്ളിലൊക്കെ നല്ല വൃത്തിയായിട്ട് പെയിൻ്റൊക്കെ അടിച്ച് വൃത്തിയാക്കി കൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ പുറം ഭാഗത്ത് നമ്മൾ അടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ പുറമേ നിന്ന് കാണുമ്പോൾ ആകെ മങ്ങിയൊക്കെയാണ് കാണുന്നത്. പക്ഷെ അതങ്ങനെ കിടന്നോട്ടെ. പക്ഷെ വെടുപ്പും വൃത്തിയായിട്ടും നമുക്കിത് കൊണ്ട് നടക്കണം അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു തുണി എടുത്തും കഴിഞ്ഞിട്ട് വെള്ളത്തിൽ മുക്കിയും കഴിഞ്ഞ് നല്ല പോലെ പിഴിഞ്ഞതിന് ശേഷം ഈ ഡോറുണ്ടല്ലോ അതിൻ്റെ ഓരോ വിടവുകളിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ തുടയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇങ്ങനെയൊക്കെ തുടയ്ക്കാനായിട്ട് ഈ വാതിലിലൊക്കെ ഇത്രമാത്രം പൊടിയുണ്ടോയെന്ന്. അത് നമുക്കറിയാഞ്ഞിട്ടാണ് കേട്ടോ. തുടച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തുണിയിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇങ്ങനെ കഴുകി കഴിഞ്ഞിട്ട് വീണ്ടും പിഴിഞ്ഞ് മുക്കി ആദ്യം ഇങ്ങനെ തുടയ്ക്കേണ്ടതായിട്ട് വരും കേട്ടോ. കാരണം കാറ്റും മറ്റൊക്കെ വരുമ്പോൾ പൊടികൾ വരും, അല്ലാതെയും വരും കേട്ടോ. പിന്നെ ഞങ്ങൾ ഈ പ്രധാന വാതിലിൻ്റെ അവിടെ മുകളിലായിട്ട് നമ്മുടെ നെൽക്കതിരുകളൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട്, അതിൻ്റെ പൊടികൾ. അങ്ങനെ എന്തായാലും എല്ലാവരുടെ വീടിൻ്റെയും ഫ്രണ്ട് ഭാഗത്തെ വാതിലിൽ ഇഷ്ടം പോലെ പൊടികൾ ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ തുടച്ചും കഴിഞ്ഞിട്ട് ഇങ്ങനെ വൃത്തിയാക്കണം കേട്ടോ. അപ്പോൾ ഇതൊന്നും ഡെയിലി ചെയ്യേണ്ട കാര്യമില്ല. ആഴ്ചയിൽ ഒരു ദിവസം എങ്ങാനും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതൊരു പുതുപുത്തൻ പോലെ തന്നെയാണ് കേട്ടോ. അത് എൻ്റെ ഒരു ഫീൽ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ വീടിൻ്റെ വാതിലും മറ്റൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള ആ ഒരു തോന്നലുണ്ടല്ലോ. അത് തന്നെ നമുക്ക് ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഫ്രണ്ട് ഭാഗത്തെ വിൻഡോകൾ ഇതുപോലെ തന്നെ ഇങ്ങനെ തുണി മുക്കിയും കഴിഞ്ഞിട്ട് തുടച്ചും കഴിഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉണ്ടല്ലോ ഈ ഗ്ലാസ്സൊക്കെ നല്ല പളപളാ മിന്നിയിരിക്കും കേട്ടോ. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗ്ലാസ്സുമ്മയൊക്കെ നമ്മുടെ കൈവിരലൊക്കെ കൊണ്ടുവന്ന് തോണ്ടിയിട്ടുണ്ടെങ്കിൽ മൊത്തം പൊടിയായിട്ട് ഇങ്ങനെ പോരും. അപ്പോൾ അതുപോലെ അഴുക്കൊന്നും പിടിച്ച് നമ്മൾ ആക്കരുത് കേട്ടോ. ആഴ്ചയിൽ ഒരു ദിവസം വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് തുടച്ചു കൊടുത്താൽ മതി. നമ്മൾ കുറേ സമയം മൊബൈൽ കണ്ട് അതുപോലെ TV കണ്ട് അങ്ങനെയൊന്നും നമ്മൾ നമ്മുടെ ടൈം വേസ്റ്റ് ആക്കരുത് കേട്ടോ. അത്യാവശ്യത്തിന് മാത്രം അതൊക്കെ കാണാൻ പാടുള്ളൂ. ബാക്കി കുറച്ച് സമയമൊക്കെ നമ്മളിങ്ങനെ നല്ല രീതിക്ക് തന്നെ ആ സമയമൊക്കെ സ്പെൻഡ് ചെയ്യണം കേട്ടോ. നമ്മുടെ വീട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്ന് ആരും വന്നും കഴിഞ്ഞ് ക്ലീൻ ചെയ്തൊന്നും തരില്ല അല്ലേ. നമ്മുടെ വീട് വൃത്തിയായിട്ടും വെടുപ്പായിട്ടും സൂക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ വൃത്തിയുള്ള വീടിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര സന്തോഷമാണ്. ഇപ്പോൾ ആരെങ്കിലും വന്നാലും വന്നില്ലെങ്കിലും നമുക്കതൊരു സന്തോഷമാണ് അല്ലേ, നമ്മൾ വൃത്തിയാക്കിയിട്ടിരിക്കുന്ന ആ സ്ഥലത്തിരിക്കുമ്പോഴൊക്കെ. അപ്പോൾ ജനൽ ഗ്ലാസ് തുടയ്ക്കുന്നത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. നമ്മുടെ ബൗഗ്ലിക്കൂട്ടൻ ഇങ്ങനെ അടുത്ത് വന്ന് നോക്കിയിരിക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ ജനൽ ഗ്ലാസും തുടച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ പൊടികളൊക്കെ അടിച്ച് ഞാൻ കളഞ്ഞു, സിറ്റ് ഔട്ടിൽ നിന്ന് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് വീടിൻ്റെ എല്ലാ ഗ്ലാസ്സുകളും തുടയ്ക്കാനായിട്ടൊന്നും പറ്റില്ല അല്ലേ. അപ്പോഴേക്കും നമുക്ക് വയ്യാണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യേണ്ട കേട്ടോ. ആഴ്ചയിൽ ഒരു ദിവസം വെച്ചും കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്താൽ മതി. അപ്പോൾ പിറ്റേ ദിവസം വേറൊരു റൂമിൻ്റെ നമ്മൾ ചെയ്താൽ മതി. ഇന്നിപ്പോൾ പുറം ഭാഗം തുടച്ചു എന്നുണ്ടെങ്കിൽ മൗഗ്ലിക്കുട്ടൻ എൻ്റെ കൈ പിടിക്കുകയാണ് കേട്ടോ. അവനും തുടയ്ക്കാനൊക്കെ തോന്നുന്നുണ്ടാവുമായിരിക്കും, അതുകൊണ്ടായിരിക്കും
സന്തോഷമായിരിക്കും. അപ്പോൾ ഇന്ന് ഈ ഭാഗത്ത് ചെയ്തെന്നുണ്ടെങ്കിൽ വേറൊരു ദിവസം മറ്റൊരു ഭാഗത്ത് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ആര് വന്ന് കയറുമ്പോഴും നമ്മുടെ ആ ഫ്രണ്ട് ഭാഗം ഉണ്ടല്ലോ, നമ്മൾ അടിച്ച് തുടച്ച് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊരു പ്രത്യേക ഐശ്വര്യം തന്നെയാണ് അല്ലേ. അപ്പോൾ നമുക്കും അതൊരു സന്തോഷം തന്നെയാണ്. ആരെങ്കിലും വന്നാലും കണ്ടാലും നമുക്ക് ഒരു കുഴപ്പമില്ല, കാരണം നമ്മളതുപോലെ ക്ലീൻ ചെയ്തിട്ടിരിക്കുന്നതാണ്. അപ്പോൾ രാവിലെ തന്നെ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. നമുക്ക് എപ്പോഴാണ് ഒരു ദിവസത്തിൽ നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് വൈകിട്ടൊക്കെ നമ്മളിങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ ചെയ്ത് ഇട്ടാൽ മതി കേട്ടോ. എന്തായാലും ഇങ്ങനെ ചെയ്ത് നോക്കുന്നതൊക്കെ നല്ലൊരു ശീലം തന്നെയാണ് കേട്ടോ. ഇപ്പം ഞാനുണ്ടല്ലോ, നമ്മുടെ ഈ സിറ്റ് ഔട്ടിൻ്റെ അടുത്ത് നമുക്ക് ജനലുണ്ട്, അതുപോലെ തന്നെ കാർ ഷെഡിൻ്റെ ഭാഗത്തും ജനലുണ്ട് കേട്ടോ. അപ്പോൾ ഈ 2 ജനലും കൂടി തുടച്ച് വൃത്തിയാക്കിയാലാണ് ഇത് ഈ ഇപ്പുറത്തെ ഭാഗം അങ്ങോട്ട് കംപ്ലീറ്റ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ തുടച്ചും കഴിഞ്ഞിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ തൂണുണ്ട് കേട്ടോ. ഈ തൂണിലാണെങ്കിൽ നമ്മൾ വന്ന് ചാരി നീക്കും, കൈ കൊണ്ട് പിടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അവിടെ എന്തെങ്കിലും അഴുക്കുണ്ടെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ മുക്കി കഴിഞ്ഞ് തുടയ്ക്കുമ്പോൾ പോകുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ബ്ലാക്ക് സ്പോട്ടൊക്കെ ഇതിങ്ങനെ നനഞ്ഞ് തുണി വെച്ച് കഴിഞ്ഞിട്ട് തുടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ പോവും. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇങ്ങനെ വല്ലപ്പോഴൊന്നും നമ്മൾ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നല്ല ക്ലീനായിട്ട് ഇരുന്നോളും. വീട് മൊത്തം ഒറ്റ ദിവസം കൊണ്ട് ക്ലീൻ ആക്കാമെന്ന് പറയുന്നതാണ് നമുക്ക് വലിയൊരു തലവേദനയായിട്ട് മാറുക. അതിന് പകരം ഇങ്ങനെ ഓരോരോ ഭാഗങ്ങളായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നമുക്കതൊരു വലിയ പാടേ അല്ല. നമ്മൾ സാധാരണ ഇപ്പോൾ ചായ വെക്കുന്നു അല്ലെങ്കിൽ പലഹാരം ഉണ്ടാക്കുന്നു അതുപോലെയൊക്കെ തന്നെയുള്ളൂ കേട്ടോ. ഏതെങ്കിലും ഒരു ജനൽ ഗ്ലാസ് വൃത്തിയാക്കുന്നു, അവിടുത്തെ ഡോറ് തുടയ്ക്കുന്നു, അത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിസ്സാരമായിട്ട് നമുക്ക് തോന്നും കേട്ടോ. ഇത് നമ്മൾ ശീലാക്കി എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നല്ലൊരു ശീലം തന്നെയാണ് കേട്ടോ. ഇനി ഇങ്ങനത്തെ ജോലികളൊക്കെ ചെയ്യുമ്പോൾ ബോറടിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ പാട്ടങ്ങോട്ട് വെച്ചിടുക, ഇഷ്ടപ്പെട്ട പാട്ടങ്ങോട്ട് വെച്ചിടുക, എന്നിട്ട് അത് കേട്ടുകൊണ്ട് അങ്ങോട്ട് ജോലി ചെയ്യുക കേട്ടോ. പിന്നെ നമ്മൾ ജോലി കഴിയുന്നത് അറിയില്ല, കാരണം നമ്മൾ ആ പാട്ടിലായിരിക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. പിന്നെ ഓരോ ജോലി ചെയ്ത് കഴിയുമ്പോൾ ആ വൃത്തിയായ ഭാഗത്തേക്കൊക്കെ കുറച്ച് നേരം നോക്കിയൊക്കെ നിൽക്കുമ്പോൾ എന്താ ഒരു സന്തോഷം എന്ന് പറഞ്ഞാലാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ ജനൽ ഗ്ലാസ്, അതുപോലെ തൂണ്, ഡോറ് ഇതൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. അതിന് ശേഷം സിറ്റ് ഔട്ട് അടിച്ചും കഴിഞ്ഞിട്ട് തുടച്ചും കൂടി ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളും ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്കൊപ്പം തന്നെ നമ്മുടെ വീടൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടാവും. ഞാനും ചെയ്തു, അത് കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളും ചെയ്തു. അപ്പോൾ നിങ്ങൾക്കും നല്ലൊരു സന്തോഷം കിട്ടുമല്ലേ. അപ്പോൾ ഇതാ നമ്മൾ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ നമുക്ക് നമ്മുടെ ഹെൽത്തും കൂടി നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കോഴിമക്കൾ ഇട്ട മുട്ടയെടുത്തും കഴിഞ്ഞിട്ട് പുഴുങ്ങാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, എനിക്കും ചിഞ്ചുവിനുമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ജോലി ചെയ്യുമ്പോൾ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക, എല്ലാ ജോലികളും കഴിഞ്ഞിട്ടാണ് ഫുഡ് കഴിക്കുള്ളൂ, വെള്ളം കുടിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടൊക്കെ നടക്കുന്ന ചിലരുണ്ട്. പക്ഷെ ആ ശീലമൊക്കെ തെറ്റ് തന്നെയാണ് കേട്ടോ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഫുഡൊക്കെ കഴിക്കുക നമ്മുടെ ആവശ്യം പോലെ, അല്ലാതെ എല്ലാ ജോലിയും കഴിഞ്ഞിട്ട് ഒരു നേരം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫുഡൊക്കെ കഴിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റായ ശീലം തന്നെയാണ്. എന്തായാലും ജോലി ചെയ്യാനായിട്ട് എനർജി വേണം. അപ്പോൾ അതൊക്കെ നമ്മൾ ഓർക്കുക. നമ്മുടെ ഹെൽത്ത്, നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധ കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ രാവിലെ മുറ്റമൊക്കെ അടിച്ചിടും അല്ലേ. അപ്പോൾ വൈകിട്ട് അടിക്കണം എന്നില്ല, നമുക്ക് ചവറുകളൊന്നും അങ്ങനെ വീണ് കിടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ 2 സൈഡിലും മരങ്ങൾ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഉച്ച തിരിയുമ്പോഴേക്കും എന്താ പറയുക, അടിച്ചിട്ട് ഒരാഴ്ചയായിരുന്നു തോന്നും, അത്രമാത്രം ചവറുകളൊക്കെ വീണ് കിടക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് 2 നേരവും അടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അടിച്ച് മാറ്റിയൊക്കെ കഴിഞ്ഞ് ക്ലീനായിട്ട് മുറ്റം കിടക്കുന്നത് കാണാൻ തന്നെ നല്ലൊരു രസമാണ് അല്ലേ. അപ്പോൾ 2 ദിവസം മാറി നിന്നാലത്തെ ചവറ് പറയാനില്ല. പിന്നെ ഭയങ്കര ഒരു കാറ്റങ്ങോട്ട് വീശിയാൽ ചിലപ്പോൾ ഈ ചവറുകളൊക്കെ റോഡിലേക്ക് തന്നെ പോകും. പിന്നെ റോഡിൻ്റെ സൈഡിൽ അടിച്ച് കൂട്ടിയും കഴിഞ്ഞിട്ട് കത്തിക്കേണ്ടതായിട്ട് വരും കേട്ടോ. കാരണം സ്ലോപ്പ് ആയതുകൊണ്ട് അങ്ങോട്ടാണ് കാറ്റെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പോകും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ചവറുകളൊക്കെ നിറച്ചിടാതെ അതൊക്കെ നമ്മൾ കാണുമ്പോൾ അടിച്ചു മാറ്റിയും കഴിഞ്ഞ് കത്തിച്ച് കളയാനായിട്ടൊക്കെ നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ വഴുതനങ്ങയ്ക്ക് ഞാൻ ഓരോ മരുന്നുകളൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ. ഫലം കിട്ടുകയാണെങ്കിൽ പറയാം, അല്ലാതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ മൗഗിളിക്കൂട്ടനാണെങ്കിൽ ഈ മാവിൻ്റെ ഇലകളൊക്കെ കൊഴിഞ്ഞ് കിടക്കുന്ന അവിടെ ഒളിച്ച് കിടക്കുകയാണ് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചേമ്പിൻ്റെയൊക്കെ ചുവട്ടിലൂടെ അപ്പുറത്ത് നിന്നും കഴിഞ്ഞ് നീക്കും സംഘങ്ങൾ ഇതിലേ ഇങ്ങോട്ട് വരും. അപ്പോൾ അവരെ കാണാതെ ഒളിച്ചിരിക്കുന്നതാണ്. അടുത്തെത്താറാവുമ്പോൾ ചാടി വീണും കഴിഞ്ഞിട്ട് അവരെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവർ ഭയങ്കര കൊക്കലും കൂവലായിരിക്കും. അതൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ കാന്താരി മുളകുണ്ട്. ആ കാന്താരി മുളകുമേ ഒരു പടർപ്പൻ വള്ളി ഇങ്ങനെ വന്നു കഴിഞ്ഞ് ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഞാൻ പറിച്ച് വലിച്ചൊക്കെ കാട്ടിക്കളയാണ്.
അപ്പോൾ അത് കണ്ടപ്പോൾ മൗഗ്ലിക്ക് നല്ല രസം കിടക്കുന്നിടത്തുനിന്ന് ഓടി വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കൃഷി കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ നമ്മുടെ കണ്ണും കയ്യും ഒക്കെ എല്ലാം അവിടെയും എത്തണം കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്നായിരിക്കും ഇങ്ങനെ വള്ളികളൊക്കെ വന്നു കഴിഞ്ഞിട്ട് പച്ചമുളകിനൊക്കെ ആകെ പിടിച്ച് കെട്ടി കഴിഞ്ഞ് അത് നശിച്ചൊക്കെ പോകും കേട്ടോ. അപ്പോൾ ഇവിടെ വെയിൽ കിട്ടാത്ത കാരണം അത്രയും കൂടെ ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി ഞാൻ കഴിഞ്ഞ ദിവസം വഴുതനങ്ങയൊക്കെ പറിച്ചതാണ്, പക്ഷെ ഇത് ഞാൻ കണ്ടിരുന്നില്ല കേട്ടോ. ഇതിങ്ങനെ ഇലയുടെ താഴെ ഇങ്ങനെ കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായില്ല. അപ്പോൾ അത് ഞാൻ പറിച്ചെടുത്തതാണ് കേട്ടോ. നമുക്ക് ഒഴിവ് സമയത്തൊക്കെ നമ്മളിങ്ങനെ പച്ചക്കറി ചെടികളോ അല്ലെങ്കിൽ പൂച്ചെടികളോ അതൊക്കെ വെച്ച് പിടിപ്പിക്കാനായിട്ട് നോക്കണം കേട്ടോ. അപ്പോൾ അത് ആ മത്തങ്ങ കുട്ടന്മേ നമ്മുടെ കോഴിമക്കൾ 2-3 കൊത്തു കൊത്തിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇനി എങ്ങനെയായിരിക്കും എന്ന് പറയാൻ പറ്റില്ല. നല്ല കട്ടിയുള്ള തോടാവണമെങ്കിൽ പിന്നെ പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഒഴിവ് കിട്ടുന്ന സമയത്ത് ചെടികളും പച്ചക്കറി തൈകളും ഒക്കെ വെച്ച് പിടിപ്പിച്ചത് കൊണ്ട് തന്നെ ചുറ്റും ഇങ്ങനെ പച്ചപ്പായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. എനിക്ക് അങ്ങനെയൊക്കെ കാണുന്നത് തന്നെയാണ് ഇഷ്ടം കേട്ടോ, അല്ലാതെ പ്ലെയിനായിട്ട് കിടക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ നമ്മുടെ പാവയ്ക്ക ഉണ്ടല്ലോ നല്ല പോലെ ഉണങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊരു ചെപ്പിലിട്ട് അടച്ചു വെക്കാം കേട്ടോ. ഇനി വെളിച്ചെണ്ണ അങ്ങോട്ട് നല്ല പോലെ കാഞ്ഞു വരുമ്പോൾ ഇതിൽ നിന്ന് ഒരു പിടി ഇട്ട് കഴിഞ്ഞിട്ട് വറുത്ത് കോരിയിട്ടുണ്ടെങ്കിൽ ചിപ്സ് തിന്നുന്ന പോലെ കറുമുറാന്ന് നമുക്ക് തിന്നാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അല്ലാതെ പച്ചയ്ക്ക് കടിച്ച് തിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രസം ഉണ്ടാവില്ല. ഞാനത് വെറുതെ ഷോർട്ട് വീഡിയോയ്ക്ക് വേണ്ടി കഴിഞ്ഞ ദിവസം കാണിച്ചതാണ് കേട്ടോ. പാവയ്ക്ക ഈ ടിന്നിൽ അടച്ചു വെച്ചും കഴിഞ്ഞിട്ട് നമ്മുടെ സ്റ്റവിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ജനലിൽ വെക്കുക കേട്ടോ. അപ്പോൾ പിന്നെ രാവിലെ കറികളൊക്കെ കാച്ചി കഴിയുമ്പോൾ ഈ ബോക്സ് കൺമുന്നിൽ തന്നെ ഇരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഞാൻ നമ്മുടെ വീടിൻ്റെ ബാക്ക് ഭാഗത്തും കൂടി അടിക്കുകയാണ് കേട്ടോ. ഇവിടെയാണെങ്കിൽ ഇഷ്ടം പോലെ ഇരുമ്പമ്പുളിയുടെ ഇലകൾ, നെല്ലിപ്പുളിയുടെ ഇലകൾ, പ്ലാവിൻ്റെ ഇലകളൊക്കെ ആയിട്ട് അതും ഇങ്ങനെയുണ്ട് കേട്ടോ. ഡെയിലി അടിച്ച് നമ്മൾ തീയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്ര നാൾ ഞാൻ പുല്ലൊക്കെ പറിച്ചതൊക്കെ ആയിട്ട് തെങ്ങിൻ്റെ കടക്കെ ഒരു വലിയ കൂന തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ അതാ ഡെയിലി കത്തിച്ചും കഴിഞ്ഞിട്ട് അതിങ്ങനെ ചെറുതായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചവറുകളും ഉണ്ടാവും, എന്നും അടിച്ചാൽ കുറേ ഉണ്ടായിരിക്കും കേട്ടോ. കോഴിമക്കൾക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ചവറ് തെറിപ്പിച്ചൊക്കെ ഇങ്ങനെ ചിക്കി ചകഞ്ഞ് ഇതിലേ നടക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. എനിക്കുവാണെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചിക്കി ചകഞ്ഞ് കാണിച്ചു കൊടുക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ചെറിയ അട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഗോതമ്പ് പൊടി, ചെറിയ ഉള്ളി, പച്ചമുളക്, വേപ്പില ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്, പിന്നെ ജീരകവും നാളികേരവും ചേർത്തിട്ടുള്ള അടയാണ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തിരിച്ചു മറിച്ച് ഇട്ടപ്പോൾ അട നല്ല പോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കൂട്ടി ചായ കുടിച്ചു. അപ്പോൾ രമേശ് ചേട്ടനും ചിഞ്ചൂരും നല്ല ഇഷ്ടമായി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ കമൻസൊക്കെ വായിക്കുന്നുണ്ട്, ഒത്തിരി സ്നേഹമുണ്ട്. ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് നാളെ കാണാം.